നമസ്കാരം. കഥകൾ എഴുതുന്ന വായിക്കുന്ന ശീലം ഈയിടെ തുടങ്ങിയതാണ്. കഥകൾ പണ്ട് പറയാനും കേൾക്കാനും ഉള്ളതായിരുന്നു. അതേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റേതായ ചില കഥകൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയാണ് കറണ്ട് പോയ കഥ. ആദ്യമായി ഞാൻ വായനാ ലോകത്തേക്കൊക്കെ വന്നത് കുറ്റാന്വേഷണ നോവലുകളും കഥകളും വായിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യമായി ഞാനിവിടെ പറയാൻ തിരഞ്ഞെടുത്ത കഥയും ഒരു കുറ്റാന്വേഷണ കഥയാണ്. ഞാൻ വെറും 2 ദിവസം മുമ്പ് മെനഞ്ഞ കഥ. എന്നാൽ കഥ പറയട്ടെ. കഥയുടെ പേര് കറണ്ട് പോയ കഥ. ഇത്ര വിദഗ്ധമായി ഒരു കൊലപാതകം ലോകത്ത് ആരും ഇതിനു മുമ്പ് ചെയ്തിരിക്കില്ല. ഏതു കൊലപാതകത്തിലേക്കും അന്വേഷണ കണ്ണുകൾക്ക് ഒളിഞ്ഞു നോക്കാൻ ഒരു പഴുത് കാണുമെന്നാണ് ചൊല്ല്. എന്നാൽ ആ പഴഞ്ചൊല്ലിനെ വെറും പഴയകാല പതിര് ചൊല്ലാക്കി മാറ്റിയിരിക്കുന്നു പാപ്പി ജോസഫ് എന്ന ഈ പാപ്പിക്കുട്ടൻ. എന്തൊക്കെ മാറ്റങ്ങളാണ് കഴിഞ്ഞ ചില മാസങ്ങളായി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. വിശ്വസിക്കാൻ പ്രയാസം. 10ാം തരം കടമ്പ പലതവണ ചാടിയിട്ടും കടക്കാൻ കഴിയാതെ പോയത് ഭാഗ്യമായി എന്നു തന്നെ കരുതണം. അതുകൊണ്ടല്ലേ പഞ്ഞിക്കെട്ടുപോലെ പതുപതുത്ത പ്രിയാമണിയുടെ ഭർത്താവാകാൻ പോകുന്നത്. തന്നേക്കാൾ 6 വർഷം മൂത്തവളാണെന്ന് അവളെ കണ്ടാൽ ഒരാളും പറയില്ല. അത്രയ്ക്ക് ആകാര വടിവാണ് പ്രിയാമണിക്ക്. ആദ്യമായി കണ്ട ദിവസം എന്തൊരു ഭാഗ്യ ദിവസമായിരുന്നു അത്. രാവിലെ കുളിക്കാൻ പോകുമ്പോൾ പാടവരമ്പിൽ നിന്നും 10 രൂപ നോട്ട് കിട്ടിയപ്പോൾ പലരും പറയുന്നത് പോലെ കിട്ടാനുള്ള വലിയൊരു ഭാഗ്യം കേവലം 10 രൂപയിൽ ഒതുങ്ങിപ്പോയെന്ന് കരുതി. എന്നാൽ വരാനുള്ള ഭാഗ്യ വെടിക്കെട്ടിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമാണതെന്ന് ഏറെ വൈകാതെ മനസ്സിലാക്കി. ഉച്ചയ്ക്ക് ചുമ്മാ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നത്. ഭാഗ്യത്തിൻ്റെ ആദ്യ വിളി. പ്ലംബർ പാപ്പിയല്ലേ? ഞാൻ പ്രിയാമണി നഴ്സാണ്, ഹെറിറ്റേജ് ഹോസ്പിറ്റലിലെ. അപ്പോഴേക്കും ആളെ മനസ്സിലായിരുന്നു. എന്നും സ്കൂട്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സിനിമാ നടിമാരുടെ സൗന്ദര്യമുള്ള പ്രിയാമണി സിസ്റ്ററിനെ അറിയാത്തവർ കുറവായിരുന്നു അന്നാട്ടിൽ. വലിയ സമ്പത്തുള്ള വീട്ടിലെ കള്ളുകുടിയനായ ഒരു തലതെറിച്ച തെണ്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന തെറ്റ് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. രവി മേനോൻ എന്നാണ് അയാളുടെ പേര്. അതിനാൽ ഉടൻ പറഞ്ഞു, ചേച്ചി ആളെ മനസ്സിലായി, വീടും അറിയാം, എന്താ പ്രശ്നം? അടുക്കളയിലെ ടാപ്പിനായിരുന്നു പ്രശ്നം. കാലങ്ങളായി മാറ്റിയിടാതെ തുരുമ്പെടുത്ത് ലീക്കായത്. വലിയ സ്പാനർ വെച്ച് ശക്തിയോടെ പിടിച്ചിട്ടും അനങ്ങുന്നില്ല പൈപ്പ്. എന്താ ഇളകുന്നില്ലേ? ഞാൻ കൂടെ പിടിക്കണോ? എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് പ്രിയാമണി വന്ന് സഹായിച്ചു. പക്ഷേ സൂചി പിടിക്കുന്ന കൈകളിൽ സ്പാനർ വഴങ്ങുമോ? ശക്തിയായി സ്പാനർ വലിക്കുന്നതിനിടയിൽ തെന്നി വഴുതിപ്പോയ അവളെ തൻ്റെ ഇടത്തേ കൈത്തണ്ട കൊണ്ട് അരയ്ക്കു വട്ടം പിടിച്ച് വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു. എന്തൊരു കരുത്താണടോ പാപ്പി തൻ്റെ കൈകൾക്ക്! പ്രിയാമണി അത്ഭുതം കൂറി. സത്യത്തിൽ അറിയാതെയെങ്കിലും പഞ്ഞിക്കെട്ടുപോലെ മൃദുലമായ അവളെ കെട്ടിവരിഞ്ഞതിൽ അത്ഭുതവും ആനന്ദവും കൊണ്ട് വിജൃംഭിതനായി നിൽക്കുകയായിരുന്നു പാപ്പി. എന്നിട്ടും പൈപ്പ് ഇളകുന്നില്ലല്ലോ. സത്യമായിരുന്നു, പൈപ്പ് ഇളകിയില്ല. പക്ഷേ പ്രിയാമണി പെണ്ണിൻ്റെ മനസ്സ് ആ കൈക്കരുത്തിൽ ഇളകി തുടങ്ങിയിരുന്നു. അതിനൊരു പ്രധാന കാരണം അവർക്ക് കുഞ്ഞില്ലാത്തതാവാം. പോരാത്തതിന് 35കാരനായ പ്രിയാമണിയുടെ ഭർത്താവിനെ മദ്യവും പഞ്ചസാരയും ചേർന്ന് തുരുമ്പിപ്പിച്ചു തുടങ്ങിയതും. ആ തുരുമ്പിനെ താൻ അടർത്തി മാറ്റിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഒരു തെളിവിൻ്റെ കണ്ണിയോ സാക്ഷിയുടെ കണ്ണോ ബാക്കിയാവാതെ. ശരപഞ്ചരത്തിലെ ജയനെയാണ് നിന്നിൽ കാണുന്നതെന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ പാപ്പി പറഞ്ഞു, ശരപഞ്ചരമല്ല, ദൃശ്യമാണ് ഇപ്പോൾ കാണേണ്ടത്, ഓർക്കേണ്ടത്.
പ്രാവർത്തികമാക്കേണ്ടത്. എങ്കിലേ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവൂ. ഇപ്പോൾ പ്രിയാമണിയുടെ വീട്ടിൽ എന്താവും നടക്കുന്നുണ്ടാവുക? പരസ്പരം ഫോൺ വിളികൾ 1 മാസമായി നിർത്തിയിരിക്കുകയാണ്, അന്വേഷണത്തിൻ്റെ കണ്ണുകളെ ദൂരെ നിർത്താൻ. എന്നാലും കഥാകാരന് കഴിയാത്തതായി ഒന്നും ഒരു കഥയിലും ഉണ്ടാവില്ലല്ലോ. കഥാകാരന്റെ കണ്ണിലൂടെ വായനക്കാർക്ക് എല്ലാം കാണാം, കേൾക്കാം. ഇൻസ്പെക്ടർ അബൂബക്കർ പ്രിയാമണി സിസ്റ്ററുടെ വീട്ടിലെത്തി. മുറ്റത്തേക്കിറങ്ങിയ ഇൻസ്പെക്ടർ മണ്ണിൽ നിന്നും തുടങ്ങി. ഇല്ല, മുറ്റത്ത് നിർത്തിയ സ്കൂട്ടിയുടെ ചക്രത്തിൻ്റെ അല്ലാതെ മറ്റൊരു വണ്ടിയുടെയും ചക്രങ്ങളുടെ പാടില്ല മുറ്റത്ത്. അകത്ത് ബെഡ്റൂമിൽ അല്പം ഉയർന്ന ജനലിൻ്റെ മുകൾ ഭാഗത്ത് തൻ്റെ പാതി കീറിക്കെട്ടിയ മുണ്ടിൻ്റെ ഒരു തല കുടുക്കി ചുമരിനെ പുറന്തിരിഞ്ഞ് കഴുത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് രവി മേനോൻ. നാവ് കടിച്ചിട്ടുണ്ട്, തുടയിൽ തീ പിടിച്ചിട്ടുണ്ട്. കാൽവിരലിന് 1 ഇഞ്ച് ദൂരെ മറിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റൂൾ, വാതിൽക്കൽ നിലത്ത് വീണ് കിടക്കുന്ന ഒരു സ്റ്റീൽ ഗ്ലാസും തളം കെട്ടിയ ചായയും, ടീപ്പോയിൽ മുക്കാലും തീർന്ന മദ്യക്കുപ്പി, ഒരൊഴിഞ്ഞ ഗ്ലാസും. എല്ലായിടത്തും പരതിയിട്ടും ആത്മഹത്യാക്കുറിപ്പൊന്നും കിട്ടിയില്ല. ആരാദ്യം കണ്ടത്? വേലക്കാരിയാണ് ആദ്യം കണ്ടത്. രാത്രി ഷിഫ്റ്റ് ജോലി കഴിഞ്ഞ് രാവിലെ 7:30-ക്ക് പതിവ് പോലെ പ്രിയാമണി വേലക്കാരിയുടെ വീട്ടിന് മുന്നിലെത്തി. സ്കൂട്ടിയിൽ അവരെ പിന്നിലിരുത്തിയാണ് പ്രിയാമണി വീട്ടിലെത്തിയത്. മുൻവശത്തെ നിരവധി പൂച്ചട്ടികളിൽ പൂവില്ലാത്ത ചട്ടി പൊക്കി അതിനടിയിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്നു. രവി മേനോൻ എഴുന്നേറ്റ ലക്ഷണമില്ലാത്തതിനാലും തലേന്ന് നല്ലവണ്ണം മദ്യപിച്ചാണ് ഉറങ്ങിയതെന്ന് അറിയാവുന്നതിനാലും അവർ 2 പേരും അടുക്കളയിൽ ചെന്ന് കാപ്പിയിട്ടു കുടിച്ചു. തൻ്റെ നേന്ത്രവാഴത്തോപ്പിൽ നിന്നും വെട്ടി പുകയിട്ടു തൂക്കിയ കുലയിൽ നിന്നും നല്ലോണം പഴുത്ത ഓരോ നേന്ത്രപ്പഴവും കഴിച്ചു. എന്നിട്ടും മേനോൻ ഉണരാത്തതുകൊണ്ട് അയാൾക്കുള്ള കാപ്പിയുമായി ഉണർത്താൻ ചെന്ന വേലക്കാരി ഗ്ലാസ് താഴെയിട്ട് അലറിക്കരഞ്ഞതു കേട്ടാണ് പ്രിയാമണി ഓടിയെത്തിയതും അത് കണ്ടതും. ശേഷം അരയേക്കർ വീട്ടുപറമ്പിന് അപ്പുറത്ത് താമസമുള്ള ചില അയൽക്കാരും ഓടിയെത്തി. അവർ വിളിച്ചാണ് പോലീസ് എത്തിയത്. പ്രിയാമണി അർദ്ധബോധത്തിൽ മുൻവശത്ത് സോഫയിൽ കിടന്ന് അലമുറയിടുന്നുണ്ട്. ഇൻസ്പെക്ടർ അബൂബക്കർ ആത്മഹത്യ ഉറപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ തുടങ്ങുന്നതിന് മുൻപ് സർക്കിൾ ഇൻസ്പെക്ടർ സേവിയർ സെബാസ്റ്റ്യൻ മുടന്തിക്കൊണ്ട് അങ്ങോട്ട് കയറി ചെന്നു. സംഭവം അറിഞ്ഞപ്പോൾ പോകുന്ന വഴിയിലായതുകൊണ്ട് ഒന്ന് കയറിയതാണ്. ഭാഗ്യങ്ങൾക്കിടയിലേക്ക് നിർഭാഗ്യം കയറി വരുന്ന രീതിയും അങ്ങനെയാണല്ലോ. ഒരു ക്രിമിനലിനെ സംഘട്ടനത്തിനിടയിൽ പിടിക്കുന്ന സമയത്ത് സേവിയറുടെ കുതിക്കാലിൽ വടിവാളുകൊണ്ട് വെട്ടേറ്റതിനാൽ എപ്പോഴും വലങ്കാൽ നൊണ്ടിയാണ് ഇൻസ്പെക്ടർ സേവിയർ നടക്കാറുള്ളത്. തുടയിലെ പിടുത്തത്തിന് ശക്തിയില്ല, ശ്രദ്ധിച്ചോ എന്ന് അബൂബക്കറോട് പറഞ്ഞ ശേഷം സേവിയർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അബൂബക്കർ അധികം ആലോചിച്ച് തലപോയിക്കാതെ മേൽ നടപടികളിലേക്ക് കടന്നു. 3-ാം പക്കം വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തൂങ്ങി മരണം സ്ഥിരീകരിച്ചു. എങ്ങനെ സ്ഥിരീകരിക്കാതിരിക്കും? അത്ര ഗംഭീരമായല്ലേ ആ കൊലപാതകം നടത്തിയത്. കൈതമംഗലം ടൗണിലെ കാഴ്ച തിയേറ്ററിൽ പുതിയ സിനിമ കഥാസാരം റിലീസായ ദിവസമാണ് ആ കൊലപാതകത്തിൻ്റെ ആദ്യ പടി നടന്നത്. പാപ്പിക്കുട്ടൻ കയറി ആ സിനിമ കണ്ടു. ഭാഗ്യത്തിന് മറ്റാരും പാപ്പിയെ കണ്ടതുമില്ല. കൃത്യം 3-ാം ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോൾ പാപ്പിക്കുട്ടൻ സൈക്കിളുമെടുത്ത് ടൗണിൽ പോയി. ഹോട്ടൽ രാജ്ഭവനിൽ അരവിന്ദാക്ഷനും കുടുംബവും കയറുന്നത് കണ്ടപ്പോൾ കൂടെ കയറി ചെന്ന് അത്താഴം കഴിച്ചു. കൈ കഴുകുന്നതിനിടയിൽ അരവിന്ദാക്ഷൻ്റെ കിണറ്റിലെ പമ്പിൻ്റെ പ്രശ്നം ശരിയായോ എന്ന് അന്വേഷിച്ചു. ചോദിച്ചില്ലെങ്കിലും കാഴ്ചയിൽ നല്ല സിനിമ വന്നിട്ടുണ്ട്, കഥാസാരം കണ്ടിട്ടേ വരുന്നുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഷോയ്ക്ക് ബാൽക്കണി ടിക്കറ്റ് എടുത്തു. സിനിമാ ഹാളിലേക്ക്
ആളെ കയറ്റി തുടങ്ങിയപ്പോൾ ആദ്യമേ കയറി ടിക്കറ്റ് കീറി വാങ്ങിച്ചു. പിന്നെ മൂത്രമൊഴിക്കാനെന്ന വ്യാജേന പുറത്തേക്കിറങ്ങി. മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി തിയേറ്ററിന്റെ മുന്നിലെ കുറ്റിച്ചെടികൾക്കിടയിൽ വിദഗ്ധമായി ഒളിപ്പിച്ച് സൈക്കിളിൽ കയറി ധൃതിയിൽ ചവിട്ടി. 3.5 കിലോമീറ്റർ താണ്ടി പ്രിയാമണിയുടെ വീട്ടിലെത്താൻ വേണ്ടി വന്നത് കേവലം 15 മിനിറ്റ് മാത്രം. പറമ്പിന്റെ പിൻഭാഗത്ത് സൈക്കിൾ നിർത്തി, മതിലു ചാടി, അടുക്കള ഭാഗത്തുകൂടെ മുൻവശത്ത് എത്തി. പ്രിയാമണി കൊടുത്ത ഗ്ലൗസും സോക്സും ധരിച്ചു. ചട്ടിക്കടിയിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്നു. പ്രിയാമണിയുടെ വീട് പോലെ പരിചിതമാണ് അവിടം പാപ്പിക്കുട്ടന്. കിടപ്പുമുറിയിൽ ചെറിയ വെളിച്ചമുണ്ട്. മദ്യപിച്ച് ബോധമില്ലാതെ ഉറങ്ങുന്നു രവി മേനോൻ. അടിവസ്ത്രവും ബനിയനും മാത്രം. മുണ്ടുകീറി കുടുക്കിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ജനലിൽ. എന്തൊരു കരുതലാണ് ഈ പെണ്ണിന്. തോർത്തുകൊണ്ട് മേനോന്റെ കൈകൾ കെട്ടി, ടവൽ കൊണ്ട് കാലും. 70 കിലോ തൂക്കമുള്ള താൻ പുഷ്പം പോലെ 60 കിലോ തൂക്കമുള്ള പ്രിയാമണിയെ പൊക്കിയെടുക്കാറുണ്ട് സ്വകാര്യ നിമിഷങ്ങളിൽ. പക്ഷേ വെറും 55 കിലോ തൂക്കമുള്ള രവി മേനോനെ പൊക്കുമ്പോൾ 80 കിലോ ഭാരം പോലെ. പക്ഷെ കട്ടിലിന് അടുത്തു തന്നെ ജനലഴി വന്നത് എളുപ്പമായി. എടുത്ത് താഴെ വെച്ചതും മേനോൻ കൈകാലിട്ടിളക്കാനും എന്തോ ശബ്ദമുണ്ടാക്കാനും തുടങ്ങി. വായിൽ തിരികെ കയറ്റാൻ പാകത്തിനതാ തുണിത്തുണ്ട് ചുരുട്ടി വെച്ചിരിക്കുന്നു. അതെടുത്ത് വായിൽ തിരുകി. പിന്നെ കഷ്ടപ്പെട്ട് പൊക്കി ജനൽ തിണ്ണയിൽ ഒരുവിധം ഇരുത്തി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മേനോൻ ശാന്തനായി. അപ്പോൾ കുടുക്ക് വലിച്ച് കഴുത്തിൽ മുറുക്കി. വായിലെ തുണി മാറ്റി ഉടൻ താഴേക്ക് തള്ളി. അർദ്ധബോധത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും ബോധത്തിൻ്റെ കിടങ്ങിലേക്ക് വീണ് മേനോൻ വിറച്ചു തുള്ളി. കണ്ണു തുറിച്ചു, നാക്കു കടിച്ചു. പെട്ടെന്ന് പ്രിയാമണി പറഞ്ഞത് ഓർത്തുകൊണ്ട് കാലിലെ കെട്ടഴിച്ചു. പക്ഷെ കാലുകൾ താഴ്ന്നു താഴ്ന്നു വരുന്നു. തുണി നീളുന്നതോ ജീവൻ പോകുന്ന ശരീരം നീളുന്നതോ? എന്തായാലും കയ്യിലെ കെട്ടഴിക്കുമ്പോഴേക്കും ഇളക്കം നല്ലോണം കുറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാലും ഒന്ന് പിടിപ്പിച്ചു കൊടുത്തപ്പോൾ കൈകൾ കൊണ്ട് തുടയിൽ ചെറുതായൊന്ന് പിടിച്ചു. മാത്രമല്ല കാലുകൾ നിലത്തുനിന്നും 1.5 ചാൺ മുകളിലെത്തിയപ്പോൾ അയഞ്ഞിറങ്ങുന്നത് തീർത്തും നിന്നു. വായിൽ തിരുകിയ തുണിയും മറ്റും പൊതിഞ്ഞെടുത്ത് പുറത്തെത്തി. കാറ്റും മഴയും നിലച്ചിരിക്കുന്നു. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അയ്യോ വാതിൽ പൂട്ടണ്ടേ, താക്കോൽ എവിടെ? അബദ്ധങ്ങളുടെ കൃഷിഭൂമിയാണ്. പേടി, അതിനെ അകറ്റി നിർത്തണം. പ്രിയ പറഞ്ഞത് ഓർമ്മ വന്നു. പ്രിയയുടെ മുഖം ഓർമ്മയിലെത്തിയാൽ എല്ലാ പേടിയും അകലും. പക്ഷെ എത്ര തിരഞ്ഞിട്ടും കാണാനില്ലാത്തതിനാൽ വാതിൽ ചാരി വെച്ച് പോകാൻ തന്നെ തീർച്ചയാക്കി പാപ്പി. അങ്ങനെ വാതിൽ ചാരി വെച്ചപ്പോൾ അതാ താക്കോൽ പഴുതിൽ തന്നെ വെച്ചിരിക്കുന്നു. താക്കോൽ. ഒരാൾ ഒന്ന് ചെയ്യാൻ തുനിഞ്ഞാൽ ലോകത്തെ എല്ലാ ശക്തികളും ഭാഗ്യവും പ്രതിഭാസവും എല്ലാം അയാളോടൊപ്പമാവുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതാവും ഇതും. താൻ വന്നതും ആരും കണ്ടില്ല. തിരിച്ചു തിയേറ്ററിലേക്ക് സൈക്കിൾ ചവിട്ടി അകലുമ്പോൾ പാപ്പിയുടെ ചങ്കിടിപ്പ് കൂടിയത് സൈക്കിൾ ചവിട്ടിയ ക്ഷീണം കൊണ്ടാണോ അറിയില്ല. എന്തായാലും 2 പൈപ്പുകളെ തടഞ്ഞിരുന്ന തുരുമ്പിച്ച ഒരു ജോയിന്റ് ഭംഗിയായി എടുത്തു കളഞ്ഞിരിക്കുന്നു. ഓ, അതാ മണിയടിച്ചു. സിനിമ കഴിഞ്ഞു. ആളുകൾ പുറത്തേക്ക് വരുന്നതിനിടയിൽ പാപ്പി തിയേറ്ററിലേക്ക് കടന്ന് കുറ്റിക്കാടിനിടയിൽ ഒളിപ്പിച്ച മൊബൈൽ എടുത്ത് പതുക്കെ പുറത്തു കടന്നു. വീട്ടിൽ ചെന്ന് പുതച്ചു മൂടിക്കിടന്നു. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ഒരു ദിവസം അബൂബക്കർ ചായ കുടിക്കാൻ ഹോട്ടൽ രാജ്ഭവനിൽ കയറിയപ്പോൾ അതാ മുന്നിലിരിക്കുന്നു സേവ്യർ. 2 പേരും മഫ്റ്റിയിലാണ്. ചായയിൽ ഒതുക്കാതെ കട്ട്ലറ്റ് വരുത്തി. അത് കടിക്കുന്നതിനിടയിൽ സർക്കിൾ ഇൻസ്പെക്ടർ സേവ്യർ ചോദിച്ചു, എന്തായടോ അന്നത്തെ ആ കേസ്? ഒന്നാലോചിച്ച് അബൂബക്കർ ചോദിച്ചു, ആ ജനലിൽ കെട്ടി തൂങ്ങിയതോ? തൂങ്ങിയതാണോ അതോ തൂക്കിയതോ? സേവ്യർ നെറ്റി ചൊളിച്ചു. അബൂബക്കർ പറഞ്ഞു, അത് തൂങ്ങിയതാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു. നമുക്ക് അതുവരെ ഒന്ന് ചെന്നിട്ട് പോകാം. എന്തായാലും അത് പോണ വഴിയാണല്ലോ. സർക്കിൾ ഇൻസ്പെക്ടർ സേവിയറും
സബ് ഇൻസ്പെക്ടർ അബൂബക്കറും മികച്ച പോലീസ് ഓഫീസർമാരാണ്. പക്ഷെ 2 ധ്രുവങ്ങളിലാണ് അവർ. വടിവാൾ വീശുന്ന അക്രമിയെ തോക്കുകൊണ്ടേ അബൂബക്കർ നേരിടാറുള്ളൂ. പക്ഷെ സേവ്യർ അങ്ങനെയല്ല. അതിൻ്റെ അടയാളമാണ് ആ ജീവിതകാല മുടന്ത്. കുറ്റവാളിയെന്ന് തെളിയിക്കാൻ അത്യാവശ്യമെങ്കിൽ അബൂബക്കർ മർദ്ദനമുറകൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ സേവ്യർ അതിനെതിരാണ്. ചോദ്യങ്ങളിലൂടെ കുറ്റവാളിയെ കുടുക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ കുറ്റത്തിൻ്റെ കണ്ണും നിഷ്കളങ്കതയുടെ കണ്ണും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനുള്ള അപൂർവമായ കഴിവ് സേവ്യറിനുണ്ട്. ഒരിക്കൽ DYSP വിജയൻ പറഞ്ഞതാണ്, സേവ്യർ കുറ്റവാളിയെന്ന് സംശയിക്കുന്ന പ്രതിയെ 2 മണിക്കൂർ അബൂബക്കറിന്റെ കൈത്തരിപ്പിന് വിട്ടാൽ തെളിയാത്ത കുറ്റങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ലെന്ന്. അത് കേട്ട സേവ്യർ പറഞ്ഞത്, ഒരിക്കലെങ്കിലും എനിക്ക് പിഴച്ചാൽ, ഒരു നിരപരാധിക്ക് മർദ്ദനമേറ്റാൽ, അയാൾ എൻ്റെ മകനോ സഹോദരനോ ഒക്കെ ആണെന്ന് മനസ്സിൽ തോന്നിയാൽ പിന്നെ എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല. അത് വേണ്ട. അപ്പോൾ അബൂബക്കർ പറഞ്ഞത്, രോഗമുണ്ടോ എന്നറിയാനല്ലേ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ? അത് ശരീരത്തിന് ദോഷമാണെന്ന് പറഞ്ഞ് ഡോക്ടർ അത് ചെയ്യാതിരുന്നാലോ? ക്രിമിനലുകൾ രോഗങ്ങളാണ്, സമൂഹ ശരീരത്തിലെ രോഗങ്ങൾ. സേവ്യർ ഉടൻ പറഞ്ഞു, സംശയിക്കുന്നവരെ മുഴുവൻ ഈ ടെസ്റ്റുകൾക്ക് വിധേയരാക്കുന്നത് മിടുക്കില്ലാത്ത ഡോക്ടർമാരാണ്. മിടുക്കുള്ളവർ മറ്റു രീതികളിൽ പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച രോഗങ്ങൾ ഉറപ്പാക്കാൻ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ശരീരത്തിന് ഹാനികരമായ അത്തരം ടെസ്റ്റുകൾ നടത്താറുള്ളൂ. ഇതാണ് സേവ്യറും അബൂബക്കറും തമ്മിലുള്ള വ്യത്യാസം. സേവ്യറിന്റെ കാറിൽ അവർ പ്രിയാമണിയുടെ വീട്ടിലെത്തി. വേലക്കാരി മുറ്റത്തുണ്ട്. അവരോട് സംഗതികൾ ചോദിച്ചു. കൊച്ചമ്മ ഉച്ചവരെ ഉറങ്ങും, അതാ പതിവ്. എണീക്കാറായി, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ സേവ്യർ ഉള്ളിൽ പറഞ്ഞു, എൻ്റെ ജഡവായന തെറ്റിയതാവും. അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അവർ പറഞ്ഞു, ഞാൻ പ്രിയാമണി. ആരാ നിങ്ങൾ? പെട്ടെന്ന് അബൂബക്കറിന്റെ മുഖം തിരിച്ചറിഞ്ഞ പ്രിയാമണിയുടെ കണ്ണിൽ ഒരു പൂക്കുറ്റി കത്തി. ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി ഞെട്ടിയതായിരുന്നു സഹദേവൻ എന്ന പോലീസുകാരന്റെ പിടിവള്ളി. അതുപോലെ പോലീസിനെ കണ്ടാൽ ഞെട്ടരുത് എന്ന് പാപ്പിയെ പലകുറി ഉപദേശിച്ച പ്രിയാമണി സ്വന്തം കണ്ണിലെ ആ പൂക്കുറ്റിയെ ക്ഷണമാത്രയിൽ നറുംചിരിയാക്കി മാറ്റി. വേലക്കാരിയോട് കാപ്പിക്ക് പറഞ്ഞ് അവർ സൗമ്യമായും കാര്യമാത്ര പ്രസക്തമായും മാത്രം ഇൻസ്പെക്ടർമാരോട് സംസാരിച്ചു. തിരിച്ചിറങ്ങുമ്പോൾ അബൂബക്കർ പറഞ്ഞു, കണ്ടോ, നമ്മൾ വെറുതെ സമയം കളഞ്ഞു. സേവ്യർ പറഞ്ഞു, വേലക്കാരിയോട് സംസാരിച്ചപ്പോൾ ഞാനും അതാ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിലെ 10% സംശയം 20% നിങ്ങളൊരു കാര്യം ചെയ്യൂ, പ്രിയാമണിയുടെ ഫോണിലേക്കുള്ള കഴിഞ്ഞ 1 മാസത്തെ കോളുകൾ പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്യൂ. ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ലോകത്തിലെ മുഴുവൻ ശക്തികളും അയാളുടെ കൂടെ കൂടും എന്ന് മുമ്പ് പറഞ്ഞില്ലേ? അത് വീണ്ടും ശരിയാവുകയാണ് ഇപ്പോൾ സേവ്യറിന്റെ കാര്യത്തിൽ. കാറിൽ കയറുന്നതിനിടയിൽ സേവ്യറുടെ നാക്ക് അതുകൊണ്ടാവാം ഇത്രയും കൂടെ പറഞ്ഞു. 1 മാസത്തെ പോരാ, ഒരു 3 മാസത്തെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതാ സേവ്യർ ഫോണിൽ. അബൂബക്കർ ഫോൺ എടുത്തു. സർ, അങ്ങനെ സംശയാസ്പദമായ ഫോണൊന്നും ഇല്ല. സംഭവ സമയത്ത് പതിവ് പോലെ അവരുടെ ഭാര്യ ആശുപത്രിയിലും ആയിരുന്നു. 10ലേറെ തവണ ഈ സമയത്ത് ആരും അവരും വിളിച്ചിട്ടില്ല. പക്ഷേ ഒരു നമ്പറുണ്ട്, കഴിഞ്ഞ മാസം തീരെ വിളിക്കാതിരുന്ന ഒരു നമ്പർ. 3 മാസം മുമ്പ് പലതവണ വിളിച്ചതാണ് അവർ. ആരെന്നറിയാൻ ഒരു തവണ ഞാൻ ആ നമ്പറിൽ നേരിട്ട് വിളിച്ചു. അവരുടെ പൈപ്പൊക്കെ നന്നാക്കാൻ പോണ ഒരു പ്ലംബറാണ് പാപ്പി. സേവ്യർ ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് അവനെ സ്റ്റേഷനിലൊന്ന് വിളിക്കണം. പേടി അബദ്ധങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പലതവണ സ്വയം പറഞ്ഞ് സ്വയം ധൈര്യം കൊടുത്ത് പാപ്പി പോലീസ് സ്റ്റേഷനിൽ എത്തി. പക്ഷേ ഒരാളെ വെറുത്തുകൊണ്ട് ഇയാളെക്കുറിച്ച് ഇനി ആലോചിക്കുകയേയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മനസ്സ് ചെയ്യുന്നത് എന്താവും? എപ്പോഴും ആ മുഖം തന്നെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും. അതുപോലെയാണ് പേടിയും. ചോദ്യങ്ങൾക്കെല്ലാം പാപ്പി ഒരുവിധം ഭംഗിയായി ഉത്തരം പറഞ്ഞു. സംഭവ ദിവസം സിനിമയ്ക്ക് പോയ കാര്യം പറഞ്ഞു. ടിക്കറ്റും കാണിച്ചു കൊടുത്തു. സേവ്യർ ഉടൻ ചോദിച്ചു,
കാണുന്ന സിനിമകളുടെ ടിക്കറ്റൊക്കെ ഇതുപോലെ എടുത്തു വെക്കാറുണ്ടോ? അത് പാപ്പി പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഒന്ന് പതറിയെങ്കിലും പാപ്പി പറഞ്ഞു, അത് ഞാനധികം സിനിമ കാണാറില്ല. പിന്നെ ടിക്കറ്റ് പേഴ്സിൽ നിന്ന് എടുത്തു കളയാൻ മറന്നതാണ്. ചിലതൊക്കെ നീ മറക്കാൻ തുടങ്ങി കേട്ടാ എന്നൊരു വിരട്ടലും കൊടുത്തതോടെ പാപ്പിയുടെ മുഖം വിളർത്തുപോയി. ഇനിയൊരു 3 മാസം കാണരുതെന്നും കണ്ടാൽ പിന്നെ കല്യാണം ചിലപ്പോൾ ജയിലിനോടാവുമെന്നും പ്രിയാമണി പറഞ്ഞത് ഓർത്തപ്പോൾ വെള്ളം വറ്റിയ പൈപ്പ് പോലെയായി പാപ്പിയുടെ തൊണ്ടക്കുഴൽ. പാപ്പിയുടെയും പ്രിയാമണിയുടെയും മൊബൈൽ ടവർ ഒരേതായതിനാൽ ആ മേഖലയിലെ അന്വേഷണത്തിന് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പോലീസിന്. അതുപോലെ കൃത്യം നടന്ന സമയത്ത് 2 പേരും ദൂരെയായിരുന്നു എന്ന് ഫോൺ റെക്കോർഡ് പറയുന്നു. സേവിയർ കാഴ്ച തിയേറ്റർ ഉടമയ്ക്ക് ഒന്ന് ഫോൺ ചെയ്ത് അന്നത്തെ ഷോയെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്ന് അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, ഞാനവിടെ ഉണ്ടാകാറില്ല. ഓപ്പറേറ്ററെ വിളിച്ചാൽ അറിയാം. ഞാൻ അങ്ങേരുടെ നമ്പർ തരാം, അല്ലെങ്കിൽ വിളിക്കാൻ പറയാം. അല്ല, അന്ന് സിനിമയ്ക്ക് വന്നവരുടെ വിവരങ്ങൾ വല്ലതും കിട്ടുമോ? സേവിയറിന്റെ ചോദ്യം കേട്ടപ്പോൾ തിയേറ്റർ ഉടമ പറഞ്ഞു, ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ, ഞാൻ തിരിച്ചു വിളിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വിളിച്ച് പറഞ്ഞു, അന്നത്തെ ആ ഷോയ്ക്ക് ഒരാൾ ഓൺലൈനായാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. സേവിയർ ആ നമ്പർ വാങ്ങി 3 തവണ വിളിച്ചിട്ടും അവൻ എടുത്തില്ല. 4ാമത്തെ തവണയാണ് അയാൾ ഫോൺ എടുത്തത്. മനോഹർ ലാൽ, ഒരു സൂപ്പർ സ്റ്റാർ പ്രാന്തൻ. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ പറയാൻ മാത്രം ഒരു സംഭവവും അവിടെ അന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ രസം എന്താ വെച്ചാൽ, സിനിമയിൽ കള്ളൻ മാല പറിച്ച് ഓടണ സമയത്ത് തന്നെ തിയേറ്ററിലെ കറണ്ട് പോയി. 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് അത് കഴിഞ്ഞതും കറണ്ട് വരികയും ചെയ്തു. പക്ഷെ ഇതിനിടയിൽ വില്ലന്റെ കൂട്ടാളി ജോൺ ആണ് അത് പറിച്ച് ഓടിയത് എന്നറിയാൻ അവസാനം അവനെ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഓക്കെ, എനിക്ക് ഈ സിനിമയുടെ കഥ വിശദമായി ഒന്ന് കേൾക്കണം. നാളെ രാവിലെ 9 മണിക്ക് തന്നെ നീ വരണം. രാവിലെ എനിക്ക് പുതിയ സിനിമ കാണാനുള്ളതാ. വീട്ടിൽ വന്ന കഥ പറഞ്ഞു തരാം. എടാ മോനെ, ഞാൻ CI സേവിയർ നിന്റെ വീട്ടിലേക്ക് വരണ. പോലീസാണെന്ന് കേട്ടപാടെ ആള് വിരണ്ടു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് സേവിയർ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പുള്ളി വരാന്തയിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്നു. കറണ്ട് പോയപ്പോൾ എന്തുണ്ടായെന്നാ പറഞ്ഞത്? ഒന്നും ഉണ്ടായില്ല സാറേ, മാപ്പാക്കണം. അവിടെ പിന്നെ ഇടയ്ക്കൊക്കെ കറണ്ട് പോകാറുണ്ട്. പക്ഷെ സിനിമയിൽ മാല പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയത് കൊണ്ടാണ് ഓർത്തത്. സാറേ, ഞാൻ പോട്ടെ സാറേ. പൊയ്ക്കോ. പക്ഷെ ഒരു കഥ പറയും ഞാൻ, കറണ്ട് പോയ കഥ. അത് കാണാതെ പഠിച്ചിട്ട് ഇൻസ്പെക്ടർ അബൂബക്കറിന് മുഴുവൻ കേൾപ്പിച്ച ശേഷം നിനക്ക് പോകാം. ഇത് പിടിച്ചോ. പേടിക്കാതെ വരാന്തയിൽ പോയിരുന്ന് കാണാതെ പഠിച്ചിട്ട് വാ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ഇൻസ്പെക്ടർ അബൂബക്കറുടെ മുന്നിലെത്തി കഥ പറഞ്ഞു. മണിയായി. കറണ്ട് പോയ കഥ കടലാസ് നോക്കാതെ മുഴുവൻ പറഞ്ഞു. അപ്പൊ പഠിച്ചല്ലോ. ആരെങ്കിലും കറണ്ട് പോയ കഥ ചോദിച്ചാൽ ഇത് പറയണം. നീ പൊയ്ക്കോ. എന്നിട്ട് അവൻ കേൾക്കുന്ന രീതിയിൽ ഒരു പോലീസുകാരനോട് ഉച്ചത്തിൽ പറഞ്ഞു, ഇവന്റെ ഫോൺ ടാപ്പ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തോ. അടുത്ത ദിവസം രാവിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ചെന്ന് ഒളിച്ചു നിന്നു പാപ്പിക്കുട്ടൻ. വേലക്കാരിയെ കയറ്റുന്നതിനും ഏറെ അപ്പുറത്തേക്ക് ചെന്ന് പ്രിയാമണി വന്നു. ഭാഗ്യത്തിന് ആരും ആ ഭാഗത്ത് ഇല്ലാത്ത സമയത്താണ് പ്രിയാമണി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ തിരിച്ചു വന്നത്. വേഗം റോഡിലേക്ക് കയറി പാപ്പി കൈ കാണിച്ചു. പ്രിയാമണി സ്കൂട്ടി നിർത്തി. കാര്യങ്ങളെല്ലാം പാപ്പി പറഞ്ഞു. ആരോ കടന്നു പോകുമ്പോൾ മാത്രം പൊട്ടിയ പൈപ്പ് മാറ്റുന്ന കാര്യം വിളിച്ചു പറഞ്ഞു. പ്രിയാമണിയുടെ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ പാപ്പിയുടെ ഉള്ളിൽ ധൈര്യം തിരയടിക്കും. എന്തൊരു ആത്മവിശ്വാസമാണ് അവളെ ഒന്ന് കണ്ടാൽ തന്നെ കിട്ടുന്നത്. അവളുടെ കൈകൾക്കുള്ളിൽ കിടക്കുമ്പോൾ ഒരു കോട്ടയുടെ സുരക്ഷിതത്വമാണ് പാപ്പിക്ക്. പക്ഷെ അവൾ പറയുന്നതോ തൻ്റെ കരുത്തിനെ കുറിച്ച്. പ്രിയാമണി പറഞ്ഞത് കാര്യമാണ്. ഒരേ കാര്യം പോലീസുകാർ 10 തവണ ചോദിക്കുന്നത് 10 തവണയും ഒരേ ഉത്തരം കിട്ടുന്നുണ്ടോ എന്നറിയാനാണ്. സത്യം പറയുമ്പോൾ മാത്രമേ അതങ്ങനെയാകൂ. പ്രതീക്ഷിക്കാതെ കറണ്ട് പോകുന്നത് പോലത്തെ ഒരു ഞെട്ടലാണ് പല ചോദ്യങ്ങളും കേട്ടാൽ ഉണ്ടാവുക. മെഴുകുതിരി തപ്പാൻ പോലും സമയം കിട്ടില്ല. പക്ഷെ പ്രിയാമണിയുടെ തലയിൽ പേടിയില്ല. അതിനാൽ അബദ്ധങ്ങളുടെ കൃഷിയിടങ്ങളും. ഇൻസ്പെക്ടർ സേവിയർ പതിവിന് വിപരീതമായി പാപ്പിയുടെ വീട്ടിലെത്തി.
അയാളെ കണ്ടപ്പോഴേ പ്രിയാമണി ഉപദേശിച്ചതുപോലെ തൻ്റെ മൊബൈൽ ഫോൺ ശബ്ദം റെക്കോർഡ് ചെയ്യാനായി ഓൺ ചെയ്ത് ഒളിച്ചു വെച്ച ശേഷം വാതിൽ തുറന്നു. എന്താടാ ഇവിടെ ഒരു കള്ളപ്പണി? ഒന്നുമില്ല സാറേ. നിന്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ടല്ലോടാ. ഇല്ല സാറേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് സാറേ. തെളിവുണ്ട് സാറേ. തെളിവുണ്ട്, പക്ഷെ വെളിവില്ല. മനസ്സിലായില്ല സാർ. കൃത്യം നടന്ന സമയത്ത് തിയേറ്ററിലാണെന്നതിന് നിന്റെ കയ്യിൽ തെളിവുണ്ട്. മൊബൈൽ ഫോണും അവിടെയായിരുന്നു. പക്ഷെ തിയേറ്ററിൽ ആ ഷോയ്ക്ക് നീ ഉണ്ടായിരുന്നു എന്നതിനെന്താ തെളിവ്? അത് സാർ, മൊബൈൽ ലൊക്കേഷൻ നോക്കിയാൽ അറിയാമല്ലോ സാർ. ഈ അബദ്ധമൊക്കെ ആരാടാ നിന്നെ പഠിപ്പിക്കുന്നത്? നീ മൊബൈൽ സീറ്റിൽ വെച്ച് വീട്ടിൽ പോയിട്ട് വന്നാലും ലൊക്കേഷൻ അവിടെ തന്നെ ആവില്ലേ? സേവിയർ ശബ്ദം കടുപ്പിച്ചു. ഇല്ല സാർ, ഞാൻ സിനിമയുടെ കഥ പറയാം. ഓഹോ, അത് ഞാനും പറയാം. ഞാൻ ആ സിനിമ കണ്ടിട്ടൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ആ സിനിമയ്ക്കിടയിൽ, അല്ല, ആ ഷോയ്ക്കിടയിൽ നടന്ന ഒരു സംഭവം ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഒന്ന് ആലോചിച്ചിട്ട് പാപ്പി പറഞ്ഞു. ഇല്ല സാർ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സാർ. ഉറപ്പാണോ? ഇനി മാറ്റി പറയരുത്. സേവിയറിന്റെ സ്വരം കർക്കശമായി. ഇല്ല സാർ. എന്നാൽ ഞാൻ പറയട്ടെ, അന്ന് ഷോയ്ക്കിടയിൽ കറണ്ട് പോയില്ലേ? അതാണോ സാർ? അത് ഇടയ്ക്കിടെ പോകുന്നതല്ലേ. പക്ഷെ നീ അന്ന് പറഞ്ഞത് ഇടയ്ക്കിടെ നീ സിനിമയ്ക്ക് പോകാറില്ലെന്നല്ലേ? സേവിയർ മറ്റൊരു ചോദ്യം തൊടുത്തു. അതെ സാർ, ഞാൻ പറഞ്ഞത് കാറ്റ് വരുമ്പോൾ ഒക്കെ കമ്പിമുട്ടി കറണ്ട് പോകുന്നതും വരുന്നതും പതിവല്ലേ എന്നാണ്. ഉരുളാൻ ശരിക്ക് പഠിച്ചിട്ടില്ലല്ലോടാ. ആ കറണ്ട് പോയ സമയത്ത് എന്താ അവിടെ നടന്നതെന്നാ എന്റെ ചോദ്യം. എന്ത് നടന്നു? ആലോചിച്ച് നോക്കടാ. അത്ര ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. അന്ന് ആ ഷോവിന് വന്ന ഒരുത്തന്റെ നമ്പർ കിട്ടി. ഒരു മനോഹർ ലാൽ. നമ്പർ 987868584880. അവനാണ് ഈ കറണ്ട് പോയ കഥ പറഞ്ഞത്. പെട്ടെന്ന് ഇൻസ്പെക്ടർ സേവിയർ തിരിഞ്ഞു നിന്ന് തന്റെ മൊബൈൽ ഫോൺ കാതോട് ചേർത്തു. അതെ സാർ, ഞാൻ സേവിയർ തന്നെ സാർ, CI സേവിയർ. സർ, അവർ ഏത് റോഡിലാണ് പോയത് സർ? ഓക്കെ, ഞാൻ ആ റോഡിനടുത്താണ്. ഇപ്പോൾ തന്നെ വണ്ടിയുമായി ചെന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് അവരെ പിടിക്കാം. സേവിയർ പിന്നീട് ഒന്നും പറയാതെ ഇറങ്ങി ഓടി. അക്ഷരാർത്ഥത്തിൽ ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അതിവേഗം ഓടിച്ചുപോയി. പാപ്പിക്ക് ജീവൻ തിരിച്ചു കിട്ടി. എന്തൊരു നാശമാണിത്! ഒരു തെളിവും ബാക്കി വെക്കാതെ ചെയ്ത ഒരു കാര്യത്തിലേക്ക് വെളിച്ചമല്ല, ഇരുട്ടാണ് കയറി വന്ന് തുറിച്ചു നോക്കുന്നത്. കറണ്ട് പോകാൻ കണ്ട നേരം. എന്നും ഇങ്ങനെ വഴിയിൽ തടഞ്ഞ് കാണരുതെന്നാണ് പ്രിയാമണി പറഞ്ഞത്. പക്ഷെ അവളുടെ മുഖം ഓർത്താൽ തന്നെ എന്തൊരു ആശ്വാസമാണ്. പക്ഷെ കറണ്ട് പോയ സമയത്ത് എന്താവും അവിടെ നടന്നത്? അതെങ്ങനെ അറിയാൻ കഴിയും? പക്ഷെ താൻ പറഞ്ഞ ഉത്തരങ്ങൾ വീണ്ടും കേട്ടു പഠിക്കണമെന്നാണ് പ്രിയാമണി പറഞ്ഞിട്ടുള്ളത്. അതിനായി വീണ്ടും ആ ശബ്ദം കേട്ടപ്പോഴാണ് ആ ഫോൺ നമ്പർ തലയിൽ തടഞ്ഞത്. ഓർക്കാൻ എളുപ്പമുള്ള നമ്പർ. റെക്കോർഡ് ചെയ്തു വെച്ചതുകൊണ്ട് ഓർക്കുകയും വേണ്ട. ഈ പ്രിയയുടെ ബുദ്ധി, സൗന്ദര്യം മാത്രമല്ല ബുദ്ധിയും അപാരം തന്നെ. ഉടൻ തന്നെ പാപ്പി ആ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, മനോഹർ ലാൽ അല്ലേ? അതെ. ആരാ? ഞാൻ ശങ്കറാ. ആ പറയൂ. നിങ്ങൾ കാഴ്ച തിയേറ്ററിൽ ചെന്ന് കഥാസാരം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാ കണ്ടത്? ഇറങ്ങി 3-ാം ദിവസം, തിങ്കളാഴ്ച, സെക്കൻഡ് ഷോ. ആ, ഞാനും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ ഷോവിനിടയിൽ കറണ്ട് പോയില്ലേ? മനോഹർ ലാലിന് തിടുക്കം കൂടി. അയാൾ നേരെ ചോദിച്ചു, ആ കറണ്ട് പോയ കഥ അറിയാനാണോ വിളിച്ചത്? അതെ. ഇതാ കേട്ടോളൂ. പിന്നീട് വള്ളി പുള്ളി വിടാതെ ആ കഥ മനോഹർ ലാൽ പറഞ്ഞു. സേവിയറുടെ മൊബൈൽ ഫോണിൽ മനോഹർ ലാൽ എന്ന പേര് തിളങ്ങി. സർ, ഒരാൾ ഇപ്പോൾ വിളിച്ച് ആ കഥ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. പാപ്പിയാണെന്ന് സേവിയറിന് ഉറപ്പായിരുന്നു. എങ്കിലും ചോദിച്ചു, ആരാ വിളിച്ചതെന്ന് പറഞ്ഞോ? പറഞ്ഞു സർ, ഒരു ശങ്കറാണ്. ആ കാൾ വന്ന നമ്പർ ഒന്ന് പറഞ്ഞേ. സേവിയർ ഇൻസ്പെക്ടർ അബൂബക്കറെ വിളിച്ചു. ആ പാപ്പിയെ സ്റ്റേഷനിലോട്ടൊന്ന് വിളിക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ചോദിച്ചതിന്റെ ബാക്കി ചോദിക്കാനാണെന്ന് പറ. ഏറെ വൈകിയില്ല. പാപ്പി സ്റ്റേഷനിലെത്തി. സേവിയർ പറഞ്ഞു, അന്ന് എനിക്കൊരു പെരുങ്കള്ളനെ പിടിക്കേണ്ട പണി കിട്ടി. പിടിച്ചു. ആ ഇടിക്കട്ട കണ്ടോ? അതുകൊണ്ട് ഇടിച്ച് പരിപ്പിളക്കി ഇട്ടതാ അവനെ അവിടെ. പാപ്പി കണ്ടു ഒരു വിറയിലോടെ മരത്തിന്റെ 2 വലിയ കട്ടകൾ. അപ്പുറം ചെരിഞ്ഞ് ചത്ത പോലെ കിടക്കുന്നു ഒരുത്തൻ സെല്ലിൽ. പാപ്പിക്കറിയില്ലല്ലോ ഒരു കഞ്ചാവ് പാർട്ടിക്കാരൻ അഴിക്കകത്ത് കിടന്നുറങ്ങുന്നതാണെന്ന്. പക്ഷെ പാപ്പിക്ക് പേടി പെട്ടെന്നകന്നു. കാരണം പാപ്പിക്കിപ്പോൾ കറണ്ട് പോയ ആ കഥയറിയാം. ഞാൻ പറയാം സർ, ഇപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അതിനുശേഷം റെക്കോർഡ് ചെയ്ത് പഠിച്ച ആ കഥ
പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ സേവിയർ ഒളിപ്പിച്ച ഒരു ചിരിയോടെ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്, നീ ആ ഷോ മുഴുവൻ അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടെന്ന്. ഇൻസ്പെക്ടർ അബൂബക്കർ അങ്ങോട്ട് കയറി ചെന്നു. എന്നാ പോട്ടെ ഞാൻ സാർ, വെക്കോ. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യും. എന്താണ് സാർ? അതാ ആ അലമാറയുടെ അങ്ങേ വശത്തൊരു കടലാസ് മടക്കി വെച്ചത് കണ്ടോ? കണ്ടു സാർ. അതെടുത്ത് ഒന്ന് ഉച്ചത്തിൽ വായിക്കും. ഇൻസ്പെക്ടർ അബൂബക്കർ അത് കേട്ടിട്ടില്ല. പാപ്പി ചെന്ന് ആ കടലാസ് എടുത്ത് വായിച്ചു. അതിലെഴുതിയത് ഇങ്ങനെയായിരുന്നു: കറണ്ട് പോയ കഥ. കറണ്ട് പോയതും ചിലർ കൂവി, ചിലർ ബഹളം വെച്ചു, ചിലർ പരാതി പറയാൻ ചാടി എഴുന്നേറ്റു. അതിലൊരാൾ അറിയാതെ ഒരു സ്ത്രീയുടെ കാലിൽ ചവിട്ടി. അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവരുടെ ഭർത്താവ് അയാളെ ഉന്തിമാറ്റി. കശപിശയായി, അടിയായി. തിയേറ്ററിലെ വാച്ചൻ വാർഡ് വന്ന് അവരെ പിടിച്ചോണ്ട് പോയി. പോലീസിനെ വിളിച്ചു. അപ്പോഴേക്കും കറണ്ട് വന്നു. ഞാൻ സിനിമ കാണാൻ തുടങ്ങി. ഇത്രയും ഒരുവിധം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാപ്പിയുടെ മുഖം വിളറി, ജാള്യം നിറഞ്ഞു. അയാൾ ദയനീയമായി ഇൻസ്പെക്ടർ സേവിയറെ നോക്കി, അബൂബക്കറെ നോക്കി. അബൂബക്കർ എഴുന്നേറ്റ് ബെൽറ്റ് മുറുക്കിക്കൊണ്ട് ആക്രോശിച്ചു, അവസാനത്തെ ആ വരികൾ കൂടെ വായിക്കടാ. പാപ്പി വിറച്ച ശബ്ദത്തിൽ വായിച്ചു: ഈ കഥ പറയുന്നവനാണ് രവി മേനോനെ കെട്ടി തൂക്കിക്കൊന്നത് എന്നതാണ് ഈ കറണ്ട് പോയ കഥയുടെ കഥാസാരം. അഴികളും ഇടിക്കട്ടകളുമാണ് കഥാശേഷം. അതോടെ തലയിൽ ഇരുട്ടുകയറിയ പാപ്പിക്കുട്ടൻ മേശയ്ക്കു താഴേക്ക് മലർന്നടിച്ചു വീണു. നന്ദി. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ കാരണം കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ സമയമുണ്ടാക്കും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.